ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. രാവിലെ തന്നെ സ്റ്റാർ ബാഡ്ജ് സ്വന്തമാക്കാൻ ഒരവസരം കൂടി ബിഗ് ബോസ് വീട്ടുകാർക്ക് കൊടുക്കുകയാണ്. ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ വൃത്തം വരച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു ചെറിയ വൃത്തവും വരച്ചിട്ടുണ്ട്. ആ ചെറിയ വൃത്തത്തിൽ നിലവിൽ ആരുടെ കയ്യിലാണോ ബാഡ്ജ് ഉള്ളത് അവർ അവിടെ കൊണ്ട് ആ ബാഡ്ജ് വെക്കണം. ശേഷം വലിയ വൃത്തത്തിൻ്റെ ചുറ്റും എല്ലാവരും കൂടി റൗണ്ട് ഷേപ്പിൽ നിൽക്കുക. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓടിപ്പോയി ആ ബാഡ്ജ് സ്വന്തമാക്കണം. അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോൾ മുൻപ് നിന്ന സ്ഥലത്തേക്ക് എല്ലാവരും മടങ്ങി വന്ന് നിൽക്കണം. ആ സ്റ്റാർ ബാൻഡ് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളുമെല്ലാം ഉപയോഗിക്കാം. ഈ ടാസ്ക് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ എല്ലാവരും കണ്ണോടിക്കുന്നത് ജിസേലിലായിരിക്കും അല്ലേ? കാരണം ബിഗ് ബോസിൻ്റെ വാർണിംഗ് പോലും വില വയ്ക്കാതെ റൂൾസ് ബ്രേക്ക് ചെയ്ത് മേക്കപ്പ് സാധനങ്ങളും വസ്ത്രങ്ങളും ഉപയോഗിച്ച ഒരു വ്യക്തിയാണല്ലോ ജിസേൽ. അങ്ങനെ ബസർ ശബ്ദം കേട്ടയുടൻ എല്ലാവരും ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ ഓടി ആ ബാൻഡ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം തന്നെ ആര്യന് ആ ബാൻഡ് കിട്ടുന്നുണ്ട്. ഒന്നല്ല 2 ബാൻഡുകൾ ആര്യൻ്റെ കൈവശം വന്നു. ആര്യൻ ഒരു ബാൻഡ് കയ്യിൽ വെച്ചതിന് ശേഷം മറ്റൊരു ബാൻഡ് പുറത്തേക്ക് വീശി. പിന്നീട് നടന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അതായത് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ ആ ബാൻഡ് നേരെ വന്നെത്തിയത് ജിസേലിൻ്റെ ഉള്ളം കൈകളിൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ ആയാൽ പോലും ലഭിക്കാത്തത്ര സന്തോഷമായിരുന്നു ജിസേലിന് പിന്നീടുണ്ടായത്. ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ടായിരുന്നു. മൂന്നാമത് ബാൻഡ് കിട്ടുന്നത് നമ്മുടെ ഷാനവാസിനായിരുന്നു. അങ്ങനെ ബാൻഡ് കിട്ടിയതിൽ സന്തോഷം മതിമറന്ന് വന്ന ജിസേലിന് തൊട്ടടുത്ത നിമിഷം തന്നെ കിട്ടിയത് 7ൻ്റെ പണിയായിരുന്നു. ബിഗ് ബോസ് മാസല്ല മരണമാസാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതായത് ബാൻഡ് ലഭിച്ച 3 പേരെയും ബിഗ് ബോസ് മുൻപിലേക്ക് വിളിച്ചു നിർത്തുകയാണ്. ഗാർഡൻ ഏരിയയിൽ മുൻപിലേക്ക് വിളിച്ചു നിർത്തുന്നു. അങ്ങനെ ആര്യനെയും ഷാനവാസിനെയും ബിഗ് ബോസ് അഭിനന്ദിക്കുന്നു. അപ്പോൾ വീട്ടുകാർ ജിസേലിനെ പറയുന്നു, ജിസേൽ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുന്ന ജിസേൽ പറയുന്നുണ്ട് ചിലപ്പോൾ കിട്ടില്ല എന്നൊക്കെ, എന്നാലും തനിക്ക് ബാൻഡ് കൊണ്ട് മേക്കപ്പ് സാധനങ്ങളും വസ്ത്രങ്ങളും കിട്ടും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷ ജിസേൽ വിടുന്നുമില്ല. അങ്ങനെ ജിസേലിൻ്റെ ഉള്ളിൽ ആ ബാൻഡ് തനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് ജിസേലിൻ്റെ മുഖം കണ്ട ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് ജിസേലിൻ്റെ വസ്ത്രവും മേക്കപ്പ് സാധനങ്ങളും അടങ്ങുന്ന ബാഗ് മുംബൈയിലേക്ക് തിരിച്ചു കൊടുത്തു വിട്ടു. അതുകൊണ്ട് തന്നെ ജിസേലിന് ആ ബാൻഡ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. എന്തായാലും ഇത് കേട്ടയുടൻ ജിസേലിന് ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ജിസേൽ ഇത് മറ്റാർക്കെങ്കിലും കൊടുക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും, ബിഗ് ബോസ് വീട്ടുകാരെ എല്ലാവരും എനിക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര്യനും ഷാനവാസും ജിസേലും കൂടി മാറി നിന്നൊന്ന് ചർച്ച ചെയ്യുന്നു. അതിനുശേഷം അഭിലാഷിന് കൊടുക്കാനാണ് ജിസേൽ തീരുമാനിക്കുന്നത്. കാരണം അഭിലാഷിൻ്റെ കാലിന് ബുദ്ധിമുട്ടുള്ളതല്ല, അപ്പോൾ അദ്ദേഹത്തിനത് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ജിസേൽ അഭിലാഷിന് കൊടുക്കുന്നു. അങ്ങനെ ഹഗ് ചെയ്യുന്നു, അങ്ങനെ സന്തോഷം പങ്കിടുന്നു. പക്ഷേ ജിസേലിൻ്റെ ഉള്ളിൽ തൻ്റെ വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും ഇല്ലാതെ ഇനി എങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു ആശങ്കയുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. കാരണം ഇന്നലെ വൈകുന്നേരം പാതിരാത്രി ആവുന്ന സമയത്ത് പോലും ജിസേൽ തനിക്ക് മേക്കപ്പ് സാധനങ്ങളില്ല എന്നതിൻ്റെ പേരിൽ വലിയൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. അങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇനി ഒരു കാരണവശാലും തൻ്റെ പെട്ടി കിട്ടില്ല എന്നുള്ളൊരു സ്ഥിതി വരുമ്പോൾ ജിസേൽ എങ്ങനെയായിരിക്കും ഇനി? ബിഗ് ബോസ് ലാസ്റ്റ് വാർണിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. കാരണം മേക്കപ്പ് സാധനങ്ങളൊന്നും തന്നെ ആ ബാഡ്ജ് കൈവശം ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. തുടർച്ചയായി ജിസേൽ ആ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്ത് വീണ്ടും ആ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ജിസേല വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജിസേലിന് നല്ല രീതിയിലുള്ള പണി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ജിസേലിന് ഉറപ്പായിരുന്നു തനിക്ക് ആ ബാൻഡ് കിട്ടും, തനിക്ക് തൻ്റെ പെട്ടി കിട്ടും എന്നുള്ളത്. പക്ഷേ എല്ലാം കൈവിട്ടു പോയത് ഒരൊറ്റ നിമിഷത്തിലാണ്. നമ്മളൊരു ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ, അതായത് ദൈവം തന്നാലും ചെകുത്താൻ തിന്നാൻ സമ്മതിക്കില്ല എന്നുള്ളൊരവസ്ഥ. അത് തന്നെയാണ് സത്യത്തിൽ ഇപ്പോൾ ജിസേലിന് സംഭവിച്ചിരിക്കുന്നത്. സോ ജിസേലിന് ബിഗ് ബോസ് കൊടുത്ത ഈ ഒരു 7ൻ്റെ പണിയോട് പ്രേക്ഷകർക്ക് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.